ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ സിക്സ്ത് എക്സ്റ്റൻഷനെ പറ്റി അതിൻ്റെ ബിബ്ലിക്കൽ പശ്ചാത്തലമാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ചില വ്യക്തിപരമായ കാരണങ്ങളാൽ കഴിഞ്ഞ 3-4 ദിവസം നമുക്ക് തുടരാനായിട്ട് കഴിഞ്ഞില്ല. ഇന്ന് വീണ്ടും നമ്മൾ അതിൻ്റെ അവസാനത്തെ പോയിന്റ് നമ്മൾ ധ്യാനിക്കുകയാണ്. സഫാനിയ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 2-3 വചനങ്ങൾ, അതുപോലെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 24-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വചനങ്ങളാണ് ഈ സിക്സ്ത് എക്സ്റ്റൻഷനെ പറ്റി ചിന്തിക്കുവാനായിട്ട് നമ്മൾ എടുത്തത്. അപ്പോൾ ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളും ഇല്ലാതായിത്തീരും. ജീവജാലങ്ങൾ മുഴുവൻ അല്പാൽപമായി ദഹിച്ചു തീരും. ഇതിനുള്ള പല കാരണങ്ങളുണ്ട്, അനേകം കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില കാരണങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. അതിലവസാനമായിട്ട് ചിന്തിക്കുന്ന ഒരു മേഖല ശുദ്ധജലത്തിൻ്റെ മേഖലയാണ്. മനുഷ്യനും മറ്റു ജീവജാലങ്ങൾക്കും ജീവിക്കാൻ ശുദ്ധജലം വേണം. അപ്പോൾ അതില്ലെങ്കിൽ പ്രത്യേകിച്ച് മനുഷ്യന് ജീവിക്കാൻ പറ്റുകയില്ല. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞു വരുമ്പോൾ തന്നെ അറിയാം, ഇന്ന് ശുദ്ധജലത്തിൻ്റെ ലഭ്യത ഓരോ ദിവസവും അത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്, ഉള്ള വെള്ളം അത് ഓരോ ദിവസവും കണ്ടാമിനേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ചൂട് കൂടുമ്പോൾ നമുക്കറിയാം ജലാശയങ്ങൾ വറ്റി വരണ്ട് പോകും. അപ്പോൾ ശുദ്ധജലത്തിൻ്റെ ലഭ്യത അവിടെ കുറയും. അത് നമ്മളൊക്കെ കാണുന്നതാണ്. അതുകൂടാതെ ജനസംഖ്യ വർദ്ധിക്കുമ്പോൾ ആ വർധനവിനനുസരിച്ച് നമുക്ക് ജലം വേണം, ശുദ്ധജലം വേണം. വ്യാവസായിക വിപ്ലവം തുടങ്ങുന്നതിന് മുമ്പ്, അതായത് 1800-ൽ ലോക ജനസംഖ്യ 1 ബില്യണിൽ താഴെയായിരുന്നു, അതായത് 100 കോടിയിൽ താഴെയായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ നിൽക്കുന്നത് അത് 8 മടങ്ങ് വർദ്ധിച്ച് 8.5 ബില്യൺ 850 കോടിയോടടുത്ത് നിൽക്കുന്നു എന്ന് കണക്കാക്കപ്പെടുന്നു. അപ്പോൾ എന്തു പറ്റി? അതനുസരിച്ച് നമുക്ക് ഭക്ഷണം ആവശ്യമാണ്, അതുപോലെ മറ്റ് സൗകര്യങ്ങൾ ആവശ്യമാണ്. അപ്പം നമ്മൾ ഭൂഗർഭജലം ഊറ്റിയെടുക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് പല കിണറുകളുമൊക്കെ ഇന്ന് വറ്റിപ്പോകുന്നത്. അപ്പോൾ അതൊക്കെ ഇനി അങ്ങോട്ട് കൂടുകയുള്ളൂ, കിണറുകൾ വറ്റും. വേറൊരു കാര്യം ഇവിടെ നമുക്ക് ചിന്തിക്കാനുള്ളത്, ഈ ഭൂമിയിലാകെ ലഭ്യമാകുന്ന ശുദ്ധജലത്തിൻ്റെ 30% ഭൂഗർഭജലമാണ്, അണ്ടർഗ്രൗണ്ട് വാട്ടറാണ്. അപ്പോൾ അത് നമ്മൾ ഒത്തിരിയേറെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഈ ഭൂഗർഭ ജല നിരപ്പ് അതിവേഗം താണുകൊണ്ടിരിക്കുന്നു. പിന്നെ അങ്ങനെ താണാൽ ഇത് റീചാർജ് ചെയ്യണം. അതായത് ഭൂമിയിൽ വീഴുന്ന മഴവെള്ളം അങ്ങനെ അരിച്ച് താഴോട്ടിറങ്ങി, സർഫേസ് വാട്ടർ താഴോട്ടിറങ്ങി അത് റീചാർജ് ചെയ്യണം. അതിൻ്റെ ആ ലെവല് മെയിൻറ്റെയിൻ ചെയ്യപ്പെടണം. അത് പറ്റുന്നില്ല. കാരണം ആ റീചാർജ് ചെയ്യുന്ന അതിൻ്റെ വളരെയധികം മടങ്ങ് കൂടുതലാണ് നമ്മൾ ഈ ഭൂഗർഭജലം എടുക്കുന്നത്, ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഈ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഭാഗമായിട്ട്, അതായത് അന്തരീക്ഷത്തിൻ്റെ ചൂട് കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് ജലാശയങ്ങളൊക്കെ വറ്റി വരണ്ടു പോകുന്നു. അതുപോലെ ഈ ഭൂഗർഭജലത്തിൻ്റെ അളവ് അടിക്കടി കുറയുന്നു. പിന്നെ ഉള്ള വെള്ളം മലിനമായിക്കൊണ്ടിരിക്കുന്നു. ഈ കടലിനോട് അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളിലേക്ക് അവിടെ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ, നമ്മൾ കൂടുതൽ ശുദ്ധജലം എടുത്തു കഴിയുമ്പോൾ അവിടേക്ക് ഉപ്പുവെള്ളം കയറി വരും. അങ്ങനെ ഈ ശുദ്ധജല മേഖലകളെല്ലാം കണ്ടാമിനേറ്റഡ് ആകും, മലിനമാകും. അതായത് 2100 ആകുമ്പോഴേക്കും ഏതാണ്ട് 4 ബില്യൺ ആൾക്കാർ, 400 കോടിയിൽ അധികം ആൾക്കാർ ഒരു മാസമെങ്കിലും അവർക്ക് ശുദ്ധജലം ഒട്ടും കിട്ടാത്ത അവസ്ഥ ഉണ്ടാകും എന്നാണ് പറയുന്നത്. കൂടാതെ ഏതാണ്ട് 2 ബില്യണിലധികം ആൾക്കാർക്ക്, അതായത് 200 കോടിയിലധികം ആൾക്കാർക്ക് ശുദ്ധജലം കിട്ടാനുള്ള സാധ്യതയെ ഉണ്ടാവുകയില്ല. അപ്പം അവർക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ മറ്റ് ഭാഗങ്ങളിലേക്ക് മാറിപ്പോകേണ്ടി വരും. ഇനി ഇതിനെപ്പറ്റി വേറൊരു കണക്കുണ്ട്. അതായത് 2030, അതായത് 4 വർഷം കഴിയുമ്പോൾ
2030 ഭൂമിയിൽ ജീവിക്കുന്ന ആകെ മനുഷ്യരിൽ 1/8 മനുഷ്യർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കണക്ക് വെച്ച് പറഞ്ഞാൽ 850 കോടി, അതിൻ്റെ 1/8 പറഞ്ഞാൽ ഏകദേശം 100 കോടി. അത്രയും മനുഷ്യർ ജീവിക്കുന്നത് ഈ ശുദ്ധജലം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലായിരിക്കുമെന്ന്. 2030, 2100 വരെ പോകണ്ട. 2040 4/1 എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കണക്ക് വെച്ച് നോക്കിയാൽ ഏതാണ്ട് 200 കോടിയിലധികം മനുഷ്യര് ശുദ്ധജലം ലഭിക്കാൻ സാധ്യത ഇല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ ആ മേഖലകളിലായിരിക്കും ജീവിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അങ്ങനെ വന്നാൽ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അപ്പം ഞാൻ ഈ കാര്യങ്ങൾ ഇത്രയും പറഞ്ഞത് ദൈവത്തിൻ്റെ വചനം എങ്ങനെയൊക്കെ ആണ് നിറവേറുന്നത്, അതിൻ്റെതായ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളാണ് പറഞ്ഞു വരുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ വ്യക്തമായിട്ട് പറയുന്നു, മനുഷ്യന്റെ അകൃത്യങ്ങൾ നിമിത്തമാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഇവിടെ നമ്മൾ കണ്ടത് മനുഷ്യന്റെ അകൃത്യങ്ങൾ നിമിത്തം, മനുഷ്യന്റെ വിക്കറ്റ്നെസ് കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നതെന്ന് ശാസ്ത്രീയമായിട്ട് നമുക്ക് മനസ്സിലാകും. നമ്മളിപ്പോൾ ഈ പറഞ്ഞ ജലത്തിൻ്റെ ദൗർലഭ്യവും മലിനതയും ഗ്ലോബൽ വാർമിങ്ങും ഈ വരൾച്ചയും എല്ലാം ഇത് മാൻമെയ്ഡാണ്, മനുഷ്യൻ ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് മാറ്റമില്ല. ദൈവത്തിൻ്റെ വചനം അക്ഷരം പ്രതി നിറവേറും. മർക്കോസ് 13:31 നമ്മൾ വായിക്കുന്നത്, ആകാശവും ഭൂമിയും കടന്നുപോയാലും ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല, അത് അതേപടി എടുക്കേണ്ട വചനമാണ്. 2600 700 വർഷം മുമ്പ് പ്രവാചകന്മാരിലൂടെ ദൈവം പറഞ്ഞത് ഇന്ന് നമുക്ക് ശാസ്ത്രീയമായിട്ട് മനസ്സിലാക്കാനും അത് നമ്മുടെ കൺമുമ്പിൽ കാണുവാനും സാധിക്കുന്നു. അതുകൊണ്ട് നമുക്ക്, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ, ദൈവവചനത്തോട് ചേർന്ന് നിൽക്കാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.